കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗം എക്കാലത്തും വലിയ മത്സരങ്ങൾക്കും മാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഇടമാണ്. ഓരോ ആഴ്ചയും പുറത്തു വരുന്ന ബാക്ക് റേറ്റിംഗുകൾ ചാനലുകളുടെ നിലനിൽപ്പിനെയും ജനപ്രീതിയെയും സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ്. ഏറ്റവും പുതിയ റേറ്റിംഗ് കണക്കുകൾ പുറത്തു വരുമ്പോൾ മലയാളം വാർത്താ ലോകത്ത് വലിയ അഴിച്ചുപണികളാണ് ദൃശ്യമാകുന്നത്. പുതിയ ചാനലുകളുടെ വരവും നിലവിലുള്ള ചാനലുകളുടെ പരിഷ്കാരങ്ങളും വോട്ടർമാരെയും പ്രേക്ഷകരെയും ഒരുപോലെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. മലയാളം വാർത്താ ചരിത്രത്തിൽ ദശകങ്ങളായി ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ഇത്തവണയും തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. ഓൾ കേരള റേറ്റിംഗിൽ 86.42 പോയിന്റുകളോടെയാണ് ചാനൽ ഒന്നാമത് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയേക്കാൾ 4.46 പോയിന്റുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചു എന്നത് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. വാർത്താ അവതരണത്തിലെ വിശ്വസ്തതയും വിപുലമായ റിപ്പോർട്ടർ ശൃംഖലയും ജനകീയ വിഷയങ്ങളിലെ കൃത്യമായ ഇടപെടൽ എന്നിവയുമാണ് ഏഷ്യാനെറ്റിനെ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. ചാനലുകൾക്കിടയിൽ എത്ര വലിയ മത്സരം ഉണ്ടായാലും തങ്ങളുടെ ലീഡ് നിലനിർത്താൻ ഏഷ്യാനെറ്റിന് കഴിയുന്നു എന്നതും ശ്രദ്ധേയമാണ്. വോട്ടെടുപ്പ് കാലത്തോ വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളിലോ പ്രേക്ഷകർ ആദ്യം ആശ്രയിക്കുന്നത് ഏഷ്യാനെറ്റിനെയാണെന്ന് ഈ കണക്കുകൾ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. നിലവിലെ വാർത്താ വിപണിയിൽ ഏഷ്യാനെറ്റിന് തൊട്ടുപിന്നിൽ വലിയ വെല്ലുവിളിയുമായി നിൽക്കുന്നത് റിപ്പോർട്ടർ ടിവിയാണ്. 79.96 പോയിന്റുകളോടെ രണ്ടാം സ്ഥാനത്ത് തുടരുന്ന റിപ്പോർട്ടർ ഒന്നാം സ്ഥാനക്കാരുമായി വെറും 7 പോയിന്റുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് നിലകൊള്ളുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടത്തിയ വലിയ റീബ്രാൻഡിംഗ് ആധുനിക സാങ്കേതിക വിദ്യയുടെ കടന്നുവരവും റിപ്പോർട്ടറിനെ ജനപ്രിയമാക്കി മാറ്റി. ഏഷ്യാനെറ്റിന്റെ കുത്തക തർക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചാനലായി റിപ്പോർട്ടർ മാറിയിരിക്കുന്നു. കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും തത്സമയ ചർച്ചകളും റിപ്പോർട്ടറിന് വലിയ തോതിൽ കാഴ്ചക്കാരെ നേടിക്കൊടുക്കുന്നുണ്ട്. വരും ആഴ്ചകളിൽ ഈ പോരാട്ടം കൂടുതൽ കടുക്കുമെന്നതും ഉറപ്പാണ്. മലയാളം വാർത്താ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വന്ന ചാനലാണ് ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള 24 ന്യൂസ്. എന്നാൽ പുതിയ റേറ്റിംഗ് പട്ടികയിൽ 24 ന്യൂസ് കനത്ത തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓൾ കേരള റേറ്റിംഗിൽ വെറും 48.25 പോയിന്റ് മാത്രമാണ് ചാനലിന് നേടാനായത്. ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റിനേക്കാൾ രണ്ടാം സ്ഥാനത്തുള്ള റിപ്പോർട്ടറിനേക്കാളും ബഹുദൂരം പിന്നിലാണ് ഇപ്പോൾ 24 ന്യൂസ്. ചാനലിന്റെ റേറ്റിംഗ് ഉയർത്താൻ ശ്രീകണ്ഠൻ നായർ പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ടെങ്കിലും അവയൊന്നും ലക്ഷ്യം കാണുന്നില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. ഏഷ്യാനെറ്റിൽ പണ്ട് ജനപ്രിയമായിരുന്ന നമ്മൾ തമ്മിൽ എന്ന പരിപാടി അതേ പേരിൽ 24 ന്യൂസ് അവതരിപ്പിച്ചിട്ടും പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. പീഡനാരോപണം ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ പെട്ടുനിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി നടത്തിയ അഭിമുഖം ചാനലിനെ രക്ഷപ്പെടുത്തില്ല. ഗ്രാമപ്രദേശങ്ങളിലെ കണക്കുകളിൽ 24 ന്യൂസ് 4-ാം സ്ഥാനത്ത് പിന്തള്ളപ്പെട്ടു എന്നത് ചാനൽ നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ്. വാർത്തകളെക്കാൾ ഉപരി വിനോദത്തിനും സെൻസേഷണലിസത്തിനും മുൻഗണന നൽകുന്ന രീതി പ്രേക്ഷകർക്കിടയിൽ വിരക്തി ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചാനൽ പരിശോധിക്കേണ്ടി വരും. പുതിയ റേറ്റിംഗ് പട്ടികയിലെ ഏറ്റവും വലിയ സർപ്രൈസ് ന്യൂസ് മലയാളമാണ്. കേരള റൂറൽ കണക്കുകളിൽ 24 ന്യൂസിനെ മറികടന്ന് 40.72 പോയിന്റുകളോടെ ഇവർ 3-ാം സ്ഥാനത്തെത്തി. മാതൃഭൂമി ന്യൂസിനെയും മനോരമ ന്യൂസിനെയും പോലുള്ള വമ്പന്മാരെ പിന്നിലാക്കിയാണ് ന്യൂസ് മലയാളത്തിന്റെ ഈ കുതിപ്പ്. കൃത്യമായ വാർത്താധിഷ്ഠിത പരിപാടികളും അനാവശ്യമായ ബഹളങ്ങളില്ലാത്ത അവതരണവുമാണ് ഇവരുടെ കരുത്ത്. ഓൾ കേരള റേറ്റിംഗിലും ഇവർ മാതൃഭൂമിയെ മറികടന്ന് മുന്നേറുകയാണ്. ഒരു കാലത്ത് ഏഷ്യാനെറ്റിന് തൊട്ടുപിന്നിൽ നിന്നിരുന്ന മനോരമ ന്യൂസും മാതൃഭൂമി ന്യൂസും ഇപ്പോൾ പട്ടികയിൽ താഴേക്ക് പോയിരിക്കുകയാണ്. 38.61 പോയിന്റോടെ 4-ാം സ്ഥാനത്താണ് മനോരമ. പാരമ്പര്യമായി തങ്ങൾക്കുണ്ടായിരുന്ന പ്രേക്ഷകരെ നിലനിർത്താൻ മനോരമ പാടുപെടുകയാണ്. 32.73 പോയിന്റോടെ 6-ാം സ്ഥാനത്താണ് മാതൃഭൂമി. ന്യൂസ് മലയാളം പോലുള്ള ചെറിയ ചാനലുകൾ പോലും മാതൃഭൂമിയെ മറികടക്കുന്നത് ചാനൽ നേരിടുന്ന ഗൗരവകരമായ പ്രശ്നമാണ്. അവതരണ ശൈലിയിലും രാഷ്ട്രീയ നിലപാടുകളിലും മാറ്റം വരുത്താതെ മുന്നോട്ട് പോകാൻ ഇവർക്ക് പ്രയാസമായിരിക്കും. മറ്റ് ചാനലുകളുടെ നില പരിശോധിക്കുമ്പോൾ കൈരളി ന്യൂസ് 7-ാം സ്ഥാനത്തും ജനം TV 8-ാം സ്ഥാനത്തും തുടരുന്നു. രാഷ്ട്രീയ ചായ്വുള്ള ചാനലുകൾ എന്ന നിലയിൽ തങ്ങളുടെ സ്ഥിരമായ വോട്ട് ബാങ്ക് പ്രേക്ഷകരെ നിലനിർത്താൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ന്യൂസ് 8 കേരളം 8.69 പോയിന്റുമായി 9-ാം സ്ഥാനത്തേക്ക് ഒതുങ്ങിപ്പോയതും ദേശീയ ശൃംഖലയുടെ ഭാഗമായ ചാനലിന് വലിയ ക്ഷീണമാണ്. വലിയ ഹൈപ്പോടെയും കോടികളുടെ നിക്ഷേപത്തോടെയും സംപ്രേഷണം ആരംഭിച്ച ബിഗ് TV നിലവിൽ ബാർക്ക് പട്ടികയിൽ വന്നു തുടങ്ങിയിട്ടില്ല. സാധാരണഗതിയിൽ ഒരു പുതിയ ചാനൽ റേറ്റിംഗിൽ പ്രതിഫലിക്കാൻ കുറച്ച് ആഴ്ചകൾ കൂടി എടുക്കും. എങ്കിലും ബിഗ് ടിവിയുടെ വരവ് നിലവിലുള്ള ചാനലുകളുടെ പ്രേക്ഷക പങ്കാളിത്തത്തെ കാര്യമായി ബാധിക്കുമെന്നതും ഉറപ്പാണ്. റിപ്പോർട്ടർ TV ഉണ്ടാക്കിയതുപോലൊരു ചലനം ബിഗ് ടിവിക്ക് ഉണ്ടാകാൻ സാധിച്ചാൽ 24 ന്യൂസും മാതൃഭൂമിയും പട്ടികയിൽ ഇനിയും താഴേക്ക് പോയേക്കാം. പ്രത്യേകിച്ച് യുവാക്കളെയും ആധുനിക വാർത്താ പ്രേമികളെയും ലക്ഷ്യം വെച്ചുള്ള ബിഗ് ടിവിയുടെ പാക്കേജിംഗ് മറ്റ് ചാനലുകൾക്ക് വെല്ലുവിളിയാണ്. മലയാളം വാർത്താ ചാനലുകൾക്കിടയിൽ മത്സരം കേവലം പോയിന്റുകൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് അതിജീവനത്തിന് വേണ്ടിയുള്ളതാണ്. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വളർച്ച കാലഘട്ടത്തിൽ ടെലിവിഷൻ പ്രേക്ഷകരെ പിടിച്ചിരുത്തുക എന്നത് വലിയ വെല്ലുവിളിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് തങ്ങളുടെ 1-ാം സ്ഥാനം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ റിപ്പോർട്ടർ TV വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ മുന്നേറുകയാണ്. 24 ന്യൂസ് തങ്ങളുടെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ പുതിയ വഴികൾ തേടുമ്പോൾ ന്യൂസ് മലയാളം പോലുള്ള താരതമ്യേന ചെറിയ ചാനലുകൾ വലിയ മുന്നേറ്റം നടത്തുന്നു. വരും മാസങ്ങളിൽ തിരഞ്ഞെടുപ്പ് ചൂട് കേരളത്തിൽ വർദ്ധിക്കുന്നതോടെ ഈ റേറ്റിംഗ് പോരാട്ടം കൂടുതൽ രസകരമാകും. ആരാകും കേരളത്തിലെ വാർത്താ സിംഹാസനത്തിൽ ഇരിക്കുക എന്നത്
പ്രേക്ഷകരുടെ താല്പര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും.